എന്താണ് ചായ കുടിച്ചിട്ടിരിക്കുകയാണോ അതാ കുടിക്കാതിരിക്കണോ ഇനി ഞാൻ വന്നിട്ട് കുടിക്കാതിരിക്കണോ എങ്ങനെയാണ് പരിപാടി? എന്തോളി എത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു? നേരെ എവിടെ പോയിരുന്നേ? ഞാൻ ഒരു സിനിമയ്ക്ക് പോയിരുന്നു. ഇവിടെ വരുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ്, പിന്നെ 2 പിള്ളേർ ബൈക്കിൽ, അവരിവിടെ സ്ഥിരം ഇതിലേ പോകണം തന്നെ സ്പീഡിൽ, പിന്നെ അടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് വരണ വഴിയാണ്. ആ എന്താണ്? ജില്ലാ സെക്രട്ടറി വിളിച്ചിരുന്നു. എന്ത് കാര്യം? 17-ാം തീയതി ധർണയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. അത് പറയാൻ നിന്നെ വിളിച്ചാ? ആ അതിനാണ് നിന്നെ വിളിച്ചത്. അത് തന്നെ വിളിച്ച അതെന്താണ്? അതല്ലല്ലോ എൻ്റെ മര്യാദ. ഇവിടെ സീനിയറായിട്ടുള്ള ആ നേതാവ് ഞാനല്ലേ, എന്നല്ലേ വിളിച്ചാൽ ആ കാര്യം പറയേണ്ടത്. അത് നിന്നെ വിളിച്ച് പറയേണ്ട കാര്യം എന്താണ്? പാർട്ടിയിലൊരു പ്രോട്ടോക്കോളുണ്ട്. അതിനിപ്പം സംസ്ഥാന പ്രസിഡന്റ് ആയാലും ആരായാലും അതൊക്കെ പാലിക്കണം. ചുമ്മാ തോന്നിയ ദിവസങ്ങൾ കാണിച്ചാൽ നിന്നെ വിളിച്ചത് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. എൻ്റെ അളിയ അത് അളിയൻ്റെ അടുത്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് പറഞ്ഞാലും സെയിം അല്ലേ അളിയ? അതെങ്ങനെ സെയിം ആവും? ഞാൻ സീനിയറാണ് അൻസാറാ, ഞാൻ സീനിയർ. എൻ്റെ അളിയ ഞാനും 10-20 വർഷമായിട്ട് ഈ വെള്ളയിട്ട് അളിയൻ്റെ പുറകെ നടക്കുമല്ലേ. നീ പുറകെയാണ് നടക്കുന്നത്. ആ പറഞ്ഞ പദത്തിൽ തന്നെ അതുകൊണ്ട് നീ പുറകെ നടക്കണുള്ളൂ. നീ മുന്നേ എത്തിയിട്ടില്ല. എൻ്റെ പിന്നെ മെമ്പറായത് ഞാൻ നിന്നെ ഒന്ന് കടത്തി വിട്ട് സൈഡിൽ കൂടെ, അങ്ങനെ നീ മെമ്പറായതാണ്, അത് മറക്കണ്ട. എന്നാലും അയാളെ കണ്ടിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് അയാളെടുത്ത്. അപ്പോൾ ഞാൻ വഴി പോക്കാനാ വരും അല്ലേ? നീ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്ക്. നീ ഗൾഫിൽ പോകാൻ പോയ നിന്നെ ഞാൻ കൈപിടിച്ച് പാർട്ടിയിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ വഴിപോക്കം തന്നെയാണ്. അതിനെന്താ കുഴപ്പം? ഞാൻ മെമ്പറായില്ലേ, നല്ല രീതിയിൽ ഇവിടെ മെമ്പറായത് എങ്ങനെയാണ് സാർ? എന്നെ കൊണ്ട് ആളുകൾക്കൊക്കെ ഇവിടെ ഒരു മെമ്പർ ഉണ്ടായത് എങ്ങനെയാണ്? അത് ആര്? ഞാൻ വഴിമാറി തന്നത് കൊണ്ടാണ്. അണ്ണാ കേൾക്കണം, ഇവൻ ഇവിടുന്ന് രക്ഷയില്ലാതെ അവൻ്റെ ബാപ്പ ഗൾഫിലോട്ട് കയറ്റി വിടാൻ പോയി. അപ്പം ഞാനാണ് അവൻ്റെ കൈപിടിച്ച്, ഈ വഴിപോക്കനെ കൈപിടിച്ച് ഞാൻ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവനെ സൈഡിൽ കൂടെ മെമ്പറാക്കി. ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കണം ഞാൻ വഴിപോക്കനാണ്. അണ്ണനും കേൾക്കണം, ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്ന് DDT പാർട്ടിക്ക് ഒരു നേതാവ് ഉണ്ടായി, ഒരു മെമ്പർ ഉണ്ടായി. ഈ മെമ്പർ ഉണ്ടായെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ എണ്ണയെ പൊഴിച്ചെടുക്കുന്ന പലഹാരം പോലെ ഉണ്ടായതല്ല. ഞങ്ങൾ കുറേ പേരുടെ അധ്വാനമുണ്ട്. നിന്നെ കയറ്റി വിട്ട് ഞങ്ങൾ മെമ്പറാക്കി ഇവിടെ ഇരുത്തിക്കുകയാണ് കേട്ടാ. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് മെമ്പറെ ഇവിടെ ഇരുത്തിക്കണത്. അല്ലാതെ നിന്റെ അധികാരം തന്ന് ഭരണം നിന്റെ കയ്യിലല്ല, അത് മനസ്സിലാക്കിക്കോ. പിന്നെ കൂടുതൽ സംസാരം വേണ്ട. ആ വിഷയം ഞാൻ പിന്നെ എല്ലാം മനസ്സിലാവുന്നു. ഒരു കാര്യം ചെയ്യാം, നമ്മൾ തീരുമാനിച്ച സ്ഥലത്തേക്ക് പോകാം. എവിടെ? മറ്റേ ദിവാകരൻ മുതലാളി കാണാൻ പോകണല്ലോ. അയ്യോ ഞാൻ ഇല്ല, ഞാനൊക്കെ വെറും കറിവേപ്പിലല്ലേ. അളിയനെ ആ VIP-കളെ കാണാൻ പോകുമ്പോൾ നല്ല മൊഞ്ചുള്ള അണികളെ കൊണ്ടുപോകും. അളിയനെ പറ്റിയ യോഗ്യതരായ 2 നേതാക്കളുണ്ട്, അവരെയും കൊണ്ടങ്ങ് പോയാൽ മതി. നീ ആ സംസാരം സംസാരിക്കില്ല, അത് സംസാരം ഇനി സംസാരിക്കുന്നുള്ളൂ. പാർട്ടി തീരുമാനമാണ്. മുതിർന്ന നേതാവിന്റെ ഒരു പാർട്ടി എന്ത് പാർട്ടി തീരുമാനമെങ്കിലും ആയിക്കോട്ടെ, എന്റെ നിലപാട് ഇതാണ്. അച്ചടക്കലംഘനത്തിന് നടപടി എടുക്കും ഞാൻ. നടപടി എടുത്തോ. അന്ന് ഇലക്ഷൻ എല്ലാം നിർത്തിയോ? ഈ മരമാക്കി നിർത്തണം, വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്നെ പാർട്ടിയിൽ തുടരണോ വേണ്ടതിനെ കുറിച്ച് ചർച്ച നടക്കണേ ഉള്ളൂ. മാക്രിക്കും മസിലുന്നേ വാ എനിക്ക് പോയി കണ്ടല്ലേ പറ്റുള്ളൂ. വളർത്തി കൊണ്ടുപോകാൻ എങ്ങനെ തന്നെ പാല് കാരണം കൈക്ക് തന്നെ കൊത്തും.